അദ്ദേഹം മൂക്കിനകത്തും വായിൽ നിന്ന് ചെളി നീക്കം ചെയ്തു, ഓക്സിജൻ കൊടുത്തു, സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് കൊടുത്തു. എത്രയും പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കംപ്ലീറ്റ് സംഗതികൾ എഴുതി. അപ്പോഴാണ് കൊണ്ടുവന്ന പുരുഷന്മാർ പറഞ്ഞത്, ഇത് സ്ത്രീയല്ലേ, പിന്നെ പകരം ആൾക്കാരൊക്കെ വരട്ടെ, നൈറ്റ് വേണം. ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രോഗിയെ കായംകുളത്ത് നിന്ന് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ രോഗി മരിച്ചു. എല്ലാ രാഷ്ട്രീയക്കാരും വന്നു. ആ ഒറ്റ ആവശ്യമേ ഉള്ളൂ, ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം. 2-3 പേര് ബലാത്സംഗം ചെയ്തു, അവരാരും ഒരു കുറ്റക്കാരുമല്ല. ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വന്നു. എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ഈ ആവശ്യത്തിൽ മുറുകെ പിടിച്ചു നിന്നു, ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ സമൂഹം. പക്ഷേ ഈ രീതിയിൽ ഫിസ്റ്റുലയ്ക്ക് ഇങ്ങനെ ഒരു ചികിത്സ കൊടുത്ത് രോഗിയെ വേദനയുടെ കാണാക്കയങ്ങളിലേക്ക് കൊണ്ടുപോയ ഇത്തരം വ്യാജന്മാരെ പറ്റി അല്ലെങ്കിൽ കപട വൈദ്യന്മാരെ പറ്റി സമൂഹം എന്തു പറയുമെന്ന് ചോദിച്ചാൽ അവരൊക്കെ ദിവ്യപുരുഷന്മാരാണ്. ഹോമിയോപ്പതിയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഏറ്റവും വലിയൊരു സംഗതി ഇതാണ്. ഒരു കാലഘട്ടത്തിൽ, സയൻസ് വികസിക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ സയൻസിൻ്റെ ആരംഭഘട്ടത്തിൽ ഒരു മനുഷ്യന് തോന്നിയ തോന്നൽ, അനുഭവം, അതിനെ വെച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത സംഭവമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അവിടെ മറ്റൊന്നുമല്ല, പഴയകാലത്ത് പനിയും വിറയിലും വന്നിരുന്ന മനുഷ്യർക്ക് അത് മാറാൻ വേണ്ടി സിങ്കോണ എന്ന് പറയുന്ന ചെടിയുടെ പുറംപട്ട കഴിക്കാൻ കൊടുത്തിരുന്നു. കുറച്ച് ആൾക്കാർക്ക് പനിയും വിറയിലും മാറി, കുറച്ച് ആൾക്കാർക്ക് മാറിയില്ല.